ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വിഷയം രാജാവുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്തുള്ള പണ്ഡിതർ മുഴുവനും ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. അവർ പറഞ്ഞു, നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ ഗുരു, നമ്മുടെ ഉസ്താദ്, അദ്ദേഹമാണല്ലോ വന്നു പോകുന്നത്. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മുടെ വകയായിട്ടൊരു ഒരു ഹദിയ കൊടുക്കണമല്ലോ. ഉസ്താദ് അങ്ങനെ വാങ്ങുന്നയാളല്ല, പക്ഷെ കൊട്ടാരത്തിൽ വന്നിട്ട് ഇറങ്ങി പോകുമ്പോ കണ്ട സന്തോഷത്തിന് പകരം ഒരു ഹദിയ. എല്ലാവരും കൂടിയിട്ട് പരസ്പരം അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് നാണയത്തുട്ടുകൾ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, 1000 സ്വർണ്ണ നാണയം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരും പാറാവുകാരും ഒക്കെ വന്നിട്ട് ഉസ്താദ് കൊട്ടാരത്തിൽ വന്ന സന്തോഷം കൊണ്ട് കൊടുത്തു. 1000 സ്വർണ്ണ നാണയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതും കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇത് ഞാൻ എന്താണ് ഈ കാശ് കൊണ്ട് ചെയ്യുക റബ്ബേ? ഇന്നാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പദ്ധതികളും പരിപാടികളും ഉണ്ട്, എത്ര ബിസിനസിന്റെ ചിന്തകൾ നമ്മുടെ തലയിലേക്ക് കടന്നു വരും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ, ഈ 1000 സ്വർണ്ണ നാണയം കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക റബ്ബേ? ഏതായാലും മനസ്സിന്റെ അകത്തൊരു നീറ്റൽ പോലെ എപ്പോഴും കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മയെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓർത്തെടുത്തു. അറിവ് പഠിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു വിടുമ്പോൾ സാമ്പത്തിക പരാധീനത ഒരു മുള്ളുപോലെ ഹൃദയത്തെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അയൽവക്കത്തെ വീടുകളിൽ പോയി പണിയെടുത്തിട്ട് എനിക്ക് ഭക്ഷണം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന് ത്യാഗം സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാക്ക് ഇഷ്ടമുള്ളതുപോലെ ഉമ്മ ചെയ്യട്ടെ. ഈ 1000 സ്വർണ്ണ നാണയവും എന്റെ ഉമ്മാക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. 1000 സ്വർണ്ണ നാണയവും കയ്യിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കാശ് എവിടെന്നാണെന്ന് ഉമ്മ ചോദിച്ചു. ഉമ്മയോട് പ്രിയപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. 1000 സ്വർണ്ണ നാണയവും കയ്യിൽ വാങ്ങി വെച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ മകന്റെ വിരൽ തുമ്പ് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഈ നാണയത്തുട്ടുകളും കൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് നടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആ ഉമ്മ പറയുന്നു, മോനെ, ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് കഴിയുന്ന മുഴുവനും പാവങ്ങളാണ്, സാധുക്കളാണ്, പട്ടിണി കിടക്കുന്നവരാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, അവരിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവര് നിങ്ങളല്ലേ ഉമ്മ? ഈ നാട്ടിൽ തന്നെ ഏറ്റവും അധികം പട്ടിണി കിടക്കുന്നത് ഞാനും നിങ്ങളുമല്ലേ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, നമ്മുടെ തൊട്ടടുത്ത് കഴിയുന്ന പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും അവരുടെ വിശപ്പടക്കാനും അവർക്കൊരു നേരത്തെ അന്നത്തിനും വേണ്ടി ഞാൻ ഈ നാണയത്തൊട്ട് വിതരണം നടത്തിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശപ്പടക്കാമെന്ന് പറഞ്ഞ് അല്ലാഹുവേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അയൽവക്കത്തെ വീടുകളിൽ പോയി പണം കൊടുത്തിട്ട് മടങ്ങി വരാൻ ആ ഉമ്മാക്ക് മനസ്സ് വന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ തൃക്കരിപ്പൂരിന്റെ മുനവ്വറന്ന അറിവിന്റെ കൊട്ടാര സമുച്ചയത്തിന്റെ തണല് പറ്റിയിട്ട് താഴെ വന്നിരുന്ന് മഹാന്മാര് കടന്നുപോയ സയ്യിദന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളയം കണ്ടുപോയ തൃക്കരിപ്പൂരിന്റെ സരസിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർക്കറിയുമോ എന്തുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അങ്ങനെ തോന്നിയത്? എന്തുകൊണ്ടാണ് പാവങ്ങളായ സാധുക്കൾക്ക് ആ നാണയത്തൊട്ട് വിരിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമ്മയുടെ മനസ്സിലേക്ക് തോന്നാനുണ്ടായ കാരണം എന്തെന്നറിയോ? അവിടെ മനോമകരത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന അറിവിന്റെ ഏറ്റവും വലിയ പ്രഭയാണ്, പ്രകാശമാണ്, പ്രതിധ്വനിയാണ്. ആ അറിവുള്ളത് കൊണ്ടാണ്, ആ കഴിവുള്ളത് കൊണ്ടാണ്, ആ സമ്പത്തുള്ളത് കൊണ്ടാണ്, ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന ബോധവും ഓർമ്മയും ഉള്ളത് കൊണ്ടാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അറിവുള്ള പെണ്ണെങ്ങനെ ജീവിക്കണമെന്ന് ഈ ലോകത്ത് വരച്ച് കാണിച്ചു കൊടുത്ത ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ കാലഘട്ടത്തിൽ ഭർത്താവിന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് ഭർത്താവിനെയും മക്കളെയും കൊന്നൊടുക്കിയിട്ട് സ്വത്തിന് വേണ്ടി ഇറങ്ങിയോടുന്ന പെൺകുട്ടികളെ ഞാനും നിങ്ങളും വായിച്ചിട്ടില്ലേ? നോട്ടുകെട്ടുകൾക്ക് വേണ്ടി അല്ലാഹു
ഭർത്താവിനെ പോലും കഴുത്തറുത്തുകൊള്ളുന്ന, പണത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ഞാനും നിങ്ങളും ഓരോ ദിവസവും വായിക്കുന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഉമ്മത്തിലെ നമ്മുടെ ഉന്നതന്മാരായ സഹോദരിമാർ അറിവുള്ളവരായാൽ ഒരാൺമക്കളും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണൂര് കാസർഗോഡും കള്ളിനും കഞ്ചാവിനും അടിപ്പെടുകയില്ല. ഈ വന്നിരിക്കുന്ന ഉമ്മമാര് അറിവും ബോധവും ഉള്ളവരാണെങ്കിൽ അല്ലാ അവിടെ മക്കളെ വഴിതെറ്റിപ്പോകാ ഈ പ്രിയപ്പെട്ട ഉമ്മമാർ അനുവദിക്കുകയില്ല. വഴികേടിത്തരത്തിന്റെ മുമ്പിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അറിവിന്റെ പ്രകാശഗോളമാ ഉമ്മയുടെ ഹൃദയാന്തരത്തിൽ നിന്ന് ആ മക്കളെ പ്രഭയിലേക്ക് കൊണ്ടുവരുമെന്ന് ആയിരക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട